ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങളുടെ സ്വന്തം ന്യൂവസ്റ്റ് പോസ്റ്റ് മീഡിയ. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യാൻ പോകുന്നത് ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വരൻ എന്താണെന്നല്ലേ? വിശദമായി ഞാൻ പറയാം. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വരനെതിരെയും പോലീസിൽ പരാതി നൽകി ഹണി റോസ്. എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും പുതിയ ന്യൂസുകളിലൂടെ പോവുകയാണെങ്കിൽ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹണി റോസ് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെതിരെ. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ രാഹുൽ സംഘടിത ആക്രമണം നടത്തുന്നു എന്നാണ് ഹണി റോസിൻ്റെ പരാതി. ഇതിന് പിന്നാലെ ഈ തവണയും പോലീസ് കേസെടുത്തു. ഇത്തിരി പോലും അമാന്തം കാണിക്കാതെ ഉടൻ തന്നെ അതിനും കേരള പോലീസിന് നന്ദി. തുടർന്ന് രാഹുൽ ഈശ്വർ എന്ന വ്യക്തി ഇന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടി ആയതുകൊണ്ട് ഡയറക്റ്റ്ലി അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഹണി റോസിൻ്റെ പെറ്റീഷനിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്ന ഇതിലൂടെ പോവുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: രാഹുൽ ഈശ്വർ, ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ്. ഇങ്ങനെ വിവരിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഹണി റോസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതുകൊണ്ടും താൻ ബോബി ചെമ്മണ്ണൂരിന് കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങൾ പൊതുബോധം തനിക്കെതിരെ തിരിക്കുവാനുള്ള ഒരു ആയുധമായിട്ട് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നു എന്നാണ് അവരാരോപിക്കുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വായിച്ച് കേട്ട കാര്യങ്ങൾ. ഇനിയും ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ന്യൂസുകൾ കാണുകയും കേൾക്കുകയും വേണം. അതിന് ഞാൻ എപ്പോഴും എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അപ്ഡേറ്റഡ് ന്യൂസുകൾ വീഡിയോ പ്രമാണിച്ച് തരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച് എടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സൈബർ ഇടങ്ങളിൽ സംഘടിതമായ ഒരു ആക്രമണം നടത്താൻ രാഹുൽ ഈശ്വറിന് അത്രയ്ക്കൊരു ആസൂത്രണം ചെയ്യേണ്ട ഒരു ആവശ്യം ഒന്നും വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഇങ്ങനെ സ്ത്രീകൾക്കെതിരായി ഒരിക്കലും ആവശ്യമില്ലാതെ പൊതുസ്ഥലങ്ങളിൽ ഒന്നും പറയുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകൾ മിക്കവാറുമുള്ള അവലോകനങ്ങളിലൊക്കെ കാണാറും കേൾക്കാറും ഉള്ളതുകൊണ്ടും എനിക്കതിൽ ഒരു വിശ്വാസ്യത ഉണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും വസ്ത്ര സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 13 അനുസരിച്ച് വസ്ത്ര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ഒരാൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ആൾക്കുണ്ട്. അത് നിങ്ങളാകട്ടെ ഞാനാകട്ടെ അതല്ല, ഏതൊരു സ്ത്രീയാണെങ്കിലും പുരുഷനായാലും. അതിലിപ്പോൾ ഹണി റോസ് എന്നോ രാഹുലെന്നോ അതോ ഞാനെന്നോ അല്ലെങ്കിൽ നിങ്ങളെന്നോ വിദ്വേഷമില്ലാതെ അല്ലെങ്കിൽ വിഭിന്നമായ ഒരു ചിന്തയില്ലാതെ അതിന് തീരുമാനം എടുക്കാനുള്ള ഇന്ത്യൻ ഭരണഘടന എല്ലാ സിറ്റിസണിനും കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യം ഒരു ആളുടെ മൗലിക അവകാശമാണ്. അതിനെതിരെ ഒരാൾക്കും എവിടെയും ആരെയും പറ്റി അതിനെക്കുറിച്ച് പറയാനില്ല. പിന്നെ ദ്വയാർത്ഥ പ്രയോഗം, അത് പറഞ്ഞ ആളിനെതിരെ കോടതി താക്കീത് കൊടുക്കുകയും അദ്ദേഹം ഇപ്പോൾ ജയിൽവാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉള്ളത് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. അതിൽ കടന്നുകയറി ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ ഹണി റോസിന് അതിനൊരു ഹണി റോസ് എന്ന് പറയുന്ന ചേച്ചിക്ക് ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ ആരോപിക്കുന്നത് ഒരു സ്ത്രീക്ക് ഉള്ള ഒരു മൗലികാവകാശമാണ് അത്
വിഷമം വന്നപ്പോൾ അവർക്കത് പറയേണ്ടതായി വന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞോട്ടെ. പക്ഷേ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ഹണി റോസിന് അങ്ങനൊരു കേസ് ഫയൽ ചെയ്യണമായിരുന്നോ? അതോ രാഹുൽ പറഞ്ഞത് അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ? നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇതുവരെയായിട്ടും കാണാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കണിലൂടെ സബ്സ്ക്രൈബ് ചെയ്തു പുതിയ പുതിയ വീഡിയോകൾ കൂടുതൽ അറിയാനും കേൾക്കാനും എൻ്റെ ചാനൽ വഴി എപ്പോഴും അപ്ഡേറ്റഡ് ന്യൂസുകൾ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.